നമ്മൾ നമ്മുടെ സെന്നിന്റെ ഏതൊരു വീഡിയോ ഇട്ടാലും ആ വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്, അതിന് എത്ര രൂപ ചെലവായി എന്നൊക്കെ നമ്മുടെ ഫോളോവേഴ്സിന് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 3.5 വർഷമായി നമ്മുടെ ഈ ഒരു സെന്ന് കിട്ടിയിട്ട് ആ ഒരു സമയം തൊട്ട് തന്നെ ഈ ഒരു സമയം വരെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സെന്നിൽ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പറഞ്ഞാൽ ഈ ഒരു വണ്ടി അടിമുടി മാറ്റിയെടുത്തു എന്ന് വേണം തന്നെ പറയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വിശദമായിട്ടൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കളറാണ് അല്ലേ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സെൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഈ ഒരു കളറാണ്. കാരണം നമ്മുടെ ഈ ഒരു വെറൈറ്റി കളറാണ് നമ്മുടെ സെന്നിന് അടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഈ ഒരു കളർ നമ്മളാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് വണ്ടികളിൽ ഇതിനെ കറക്റ്റ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മിക്കതും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കളറായിരിക്കും നിങ്ങളത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നേരിൽ കണ്ടവർക്കറിയാം, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നേരിൽ കാണുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല ഈ വണ്ടിക്കുള്ളതെന്ന്. അതെ, ഇതിന് പേര് അക്വാ ഗ്രീൻ എന്നാണ് ഈ കളറിന്. ശരിക്കും നമ്മുടെ RC ബുക്കിൽ ഗ്രീൻ എന്നേ ഉള്ളൂ, ശരിക്കും ഇതിന്റെ പേര് അക്വാ ഗ്രീൻ എന്നാണ്. ഈ ഒരു കളർ നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നമ്മൾ അടിച്ചിറക്കിയ ആ ഒരു രൂപത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെയായിട്ട് പഴയ വണ്ടിയാണ്, അറിയാമല്ലോ, അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറിയ പാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു കുഴപ്പവും നമ്മൾ ഈ ഒരു കളറിന് വന്നിട്ടില്ല. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു കളറിൽ നമ്മൾ പേള് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്തെ കൊണ്ടിടുമ്പോൾ ചെറിയൊരു ഗിൽറ്ററിങ് ഒരു സാധനം കൂടെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ഈ ഒരു കളറാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് നമ്മൾ RC ബുക്കിൽ ഈ ഒരു വണ്ടിയുടെ കളർ കയറ്റിയിരിക്കുന്നത്. പെയിന്റിംഗ് ആണ് നമ്മുടെ വണ്ടിയുടെ ഒന്നാമത്തെ അട്രാക്ഷൻ. അടുത്ത അട്രാക്ഷൻ എന്നുള്ളത് ഈ വീലാണ് കേട്ടോ, നമ്മുടെ അലോയ്സ്. ഏകദേശം നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് 5 സെറ്റോളം അലോയ്സ് ഞാൻ മാറ്റി. ആദ്യം ഒരു ലോ ബഡ്ജറ്റ് ഒരെണ്ണം എടുത്തു, അതിനെ പറ്റിച്ചു, അലോയ്സ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ പുതിയതൊരെണ്ണം എടുത്തിട്ടു. അത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരു ലുക്കില്ലായിരുന്നു, അത് മാറ്റി. അതിനുശേഷം 3, 4 എന്നുകൊണ്ട് 5ാമത്തെ സെറ്റ് അലോയ്സ് ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് സംഭവം പൊളി സാധനമാണ്, തപ്പി കിട്ടിയ സാധനമാണ് കേട്ടോ ഈ അലോയ്സ്. നമ്മുടെ കോളീസിൽ നമ്മൾ ഇട്ടിരുന്ന വീലാണ്, അത് നമ്മൾ ഊരി ഇപ്പോൾ നമ്മുടെ സെന്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. കോളീസിൽ നമ്മൾ പുതിയ അലോയ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടുണ്ടാവും വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അലോയ്സ് നമ്മുടെ സെന്നിലേക്ക് കയറ്റി. ഇതിൻ്റെ സൈസ് വരുന്ന ടയർ സൈസ് 185 50R14 ആണ് കേട്ടോ. സെന്റിൽ മിക്കവരും 15 ഇഞ്ചൊക്കെ എടുത്ത് ഇടാറുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ വണ്ടി ലുക്കായിരിക്കും കാണാം. പക്ഷേ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് തട്ടലൊക്കെ ഉണ്ട്, അതായത് ബോഡിയെ തട്ടും കാര്യങ്ങളൊക്കെ വരും. മിക്കവരും സെൻ എടുത്തിട്ട് ഫാമിലി കാറായിട്ടാണ് യൂസ് ചെയ്യുന്നത്, വീട്ടുകാരോടൊക്കെ ദൂരെയൊക്കെ പോകാനൊക്കെ. അപ്പോൾ അങ്ങനെ സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെയൊക്കെ ചെറിയ കുഴി ആടുമ്പോഴും തട്ടും മുട്ടുമൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ അധികം ആൾക്കാരൊന്നും കയറ്റാൻ പറ്റത്തില്ല. 2 പേരിരിക്കും തന്നെ ബോഡിയെ തട്ടും, പിന്നെ വീട്ടുകാരോട്ടൊക്കെ ഇടിയാവും. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ പുറകിൽ നിന്നുള്ള ഒരു അട്രാക്ഷൻ ഉള്ളത് നമ്മുടെ ഈ ഒരു പേര് തന്നെയാണ്. നമ്മുടെ ആറ്റം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ടെക്കാച്ചർ എന്ന് കൂടെ ബാഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലോങ് ആൻറ്റിന കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ആൻറ്റിന പലർക്കും എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ലുക്കാണ്, സെന്നിൽ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ ആയിട്ടൊരു സാധനമായിട്ട് മാറുകയാണ് ഈ ഒരു ആൻറ്റിനയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ നമ്മൾ ഇത് കണക്ക് ബ്ലാക്ക് കൊടുത്ത് സ്മോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും കഴുകി അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് രണ്ടാമതൊന്ന് റീവർക്ക് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതാണ് ഈ ഒരു ഡമ്മി വൈപ്പർ കേട്ടോ. ഇതിൻ്റെ മോട്ടർ ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്നും ഇപ്പോൾ ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് അതെൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ വെക്കാൻ സമയം കിട്ടിയില്ല, അതാണ് സത്യം. മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, വണ്ടിയുടെ പുറമെയൊക്കെ നല്ല കലക്കൻ ലുക്കിലായിരിക്കും കൊണ്ടു നടക്കുന്നത്. പക്ഷേ വണ്ടിയുടെ അകത്തോട്ട് കയറുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കും. ഒരു പഴയ സീറ്റും പഴയ ഫ്ലോർ മാറ്റും എല്ലാം, അത് സ്റ്റിയറിങ്ങും എല്ലാം ആ ഒരു പഴയ ലുക്കിൽ തന്നെ ആയിരിക്കും കൊണ്ടു നടക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പുറമേ ഉള്ള ലുക്ക് കണ്ടിട്ട് ഒരാൾ അടിപൊളി എന്ന് പറയുന്ന ഒരാൾ വണ്ടി ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അയ്യോ പുറം കൊള്ളാം, പക്ഷെ അകം കൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നമ്മുടെ വണ്ടിയുടെ പുറം എങ്ങനെയാണോ ഗംഭീരമാക്കിയത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഉൾവശവും നമ്മൾ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സെന്നിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഗംഭീരമായിട്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്ത വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ A to Z കാര്യങ്ങൾ നമ്മൾ ഇൻറ്റീരിയറിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഇൻറ്റീരിയറിനോട് കൂടുതൽ പ്രാന്ത് കയറിയിട്ട് നമ്മുടെ എല്ലാ വണ്ടികളുടെയും ഇൻറ്റീരിയർ ഞാൻ അടിമുടി മാറ്റിയെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ മോഡിഫിക്കേഷൻ എന്നുള്ളത് സീറ്റാണ്. സീറ്റ് നമ്മൾ സെന്നിലാണ് ആദ്യമായിട്ട് ബക്കറ്റ് സീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികളിലും ബക്കറ്റ് സീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ള സീറ്റാണ് നമ്മൾ സെന്നിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞ് ചെയ്തൊരു കാര്യമാണ്, വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുള്ള് ബ്ലാക്ക് ആക്കിയായിരുന്നു. ബ്ലാക്ക് ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത്. നമ്മുടെ വണ്ടി വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്, കുക്കറിൻ്റെ അകത്ത് കയറി ഇരുന്ന അവസ്ഥയാണ്. അമ്മാതിരി ചൂടായിരുന്നു ഇതിൻ്റെ അകത്ത്. കാരണം നമ്മുടെ AC-യുടെ കൂളിംഗ് ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, AC യൂണിറ്റ് മൊത്തം മാറി. എന്നിട്ടും നമുക്ക് തണുപ്പ് കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അകത്തുള്ള കൂളിംഗ് ഓയിലിന് തണുപ്പിന് തരുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞിടെ ചെയ്തൊരു മോഡിഫിക്കേഷനാണ്, വണ്ടിയുടെ കൂളിംഗ് ഓയിൽ മൊത്തത്തിൽ അങ്ങ് മാറി ഒരു ഗംഭീരമായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തു. ഇപ്പോൾ നല്ല കിടിലൻ ചില്ലാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തത്തിൽ തണുക്കും. അതാണ്. അപ്പോൾ ഫുൾ അതേപോലെ വണ്ടി മൊത്തത്തിൽ നമ്മൾ പണിത്.
അതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്ക്രീൻ കൂടാതെ നമ്മൾ മേളിലായിട്ട് ഇവിടെ ഒരു സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഡാഷ് ക്യാമറ ഒക്കെ വരുന്നൊരു സ്ക്രീനാണ്. അഡീഷണലി നമ്മൾ ഡാഷ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഗംഭീരമായിട്ടുള്ള നമ്മുടെ 2018-19 മോഡൽ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സെന്ന് ഒരു LX മോഡലായിരുന്നു. അതായത് സെന്നിൽ തന്നെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ട് വണ്ടിയായിരുന്നു. പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ വിൻഡോ ഇല്ല, അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതാണ് പവർ സ്റ്റിയറിംഗ്. ഇത് കണ്ടോ, ഉണ്ടാ അല്ല അടിപൊളി ഫ്രീ ആണ്. ഈ ഇത്രയും വലിയ വീലിടുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ പവർ സ്റ്റിയറിംഗ് നിങ്ങളുടെ വണ്ടിക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ വണ്ടി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഡോർ പാഡുകളെല്ലാം മാറി. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പവർ വിൻഡോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ RDയുടെ പവർ വിൻഡോ ആണ് നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് സാധനമാണ്. 1 ടച്ച് ഉള്ളതാണ്. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിക്കോളും. സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, സബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പം അത്രയും ചെയ്തു വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ അകവും മൂടങ്ങ് മാറി. ഈ ഒരു ഇയോണിൻ്റെ കൺസോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഗിയർ ചെറുതായിട്ടൊന്ന് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കൺസോളെ തട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഗിയർ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കലക്കൻ ഗിയർ നോബ് നമ്മുടെ വണ്ടിക്ക് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആംബ്രസ്റ്റ്, ഇതെൻ്റെ പഴയ ഇരുന്ന ആംബ്രസ്റ്റ് തന്നെയാണ്. ഇപ്പോഴാണ് കറക്റ്റായിട്ട് ആ ആംബ്രസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ ഒരു കൺസോൾ വെച്ചപ്പോഴത്തേക്ക് നല്ല ഗംഭീരമായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഡിക്കി. നിങ്ങൾ നോക്കിക്കേ, സാധാരണ ഒരു സെന്നി കാണുന്ന ഒരു ഡിക്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു മാറ്റ് നമ്മൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റത്തിലൊന്നും ഞാൻ അധികം പൈസ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനും 4 സ്റ്റീരിയോയും നമ്മുടെ ഒരു സബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് G-Sonic എന്നൊരു ബ്രാൻഡ് വരുന്ന ഒരു പ്രീമിയം സബ്ബാണ് കേട്ടോ. നല്ല പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഉപയോഗിച്ച് നോക്കുന്നു. ഒരു കുഴപ്പമില്ല, ഗംഭീര സാധനമാണ്. അപ്പോൾ ഈ 2026 ഒരു പഴയ സെന്നോ അല്ലെങ്കിൽ പഴയ ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമല്ല. നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നല്ല വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളുമായിട്ട് പോയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം വണ്ടി നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓടി പഞ്ചറായ അലഞ്ഞ വണ്ടി നിങ്ങൾ പോയിട്ട് തോന്നിയ വിലക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അത് പിന്നെ പണിയാകുന്നതാണ് മിക്കവർക്കും സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ വണ്ടികളുടെയൊക്കെ ടെസ്റ്റിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും എന്താ ആക്കിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു വണ്ടിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഒരു എമൗണ്ട് നിങ്ങൾ മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. വണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്തുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. പറ്റുമെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ഫീസൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി എപ്പോഴും മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. 5 വർഷം കൂടുമ്പോഴേ റീടെസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ 5 വർഷം ആവണ്ട, അതിന് മുന്നേ തന്നെ ആ ഒരു ടെസ്റ്റിൻ്റെ എമൗണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് പണിതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ വാഹനങ്ങളൊക്കെ മാറി ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കുക, ഉപയോഗിക്കുക. ടെസ്റ്റ് ഫീസ് എത്ര വേണമെങ്കിലും കൂട്ടിക്കോട്ടെ. നമ്മളെന്തിനാ പണിയെടുക്കുന്നത്? നമുക്ക് അതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു മടിയും കൂടണ്ട. എൻ്റെ അഭിപ്രായത്തിൽ സെന്നോ മാരുതി 800 ഏത് വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് വണ്ടിയും പോയി എടുക്കാം, ഒരു പ്രശ്നവുമില്ല. എത്ര ടെസ്റ്റ് ഫീസ് കൂട്ടിയാലും നമ്മൾ റീടെസ്റ്റ് ചെയ്യും, നമ്മുടെ വണ്ടി കൊണ്ട് നടക്കുകയും ചെയ്യും, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സെൻ എടുത്ത് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ എടുത്തങ്ങ് പണിതോ, ഒന്നും നോക്കണ്ട. വണ്ടി ഗംഭീര പെർഫോമൻസ് ആണ്. നല്ല വണ്ടി നോക്കി എടുക്കണം കേട്ടോ. പോയി പൊട്ട വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് പൊട്ട വണ്ടി പോയി എടുത്തിട്ട് ലാസ്റ്റ് പണി പോയി ചാടരുത്. നിങ്ങൾ നല്ലൊരു വണ്ടി നോക്കി എടുക്കുക, പൊന്നു കണക്ക് കൊണ്ട് കിടക്കുക, ചെറുക്കൻ ചതിക്കത്തില്ല. അതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയും ഗോവിന്ദ് സൈനിങ് ഔട്ട്.